ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് WREയിലെ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ലെക്ചർ 1 ആണ്, അല്ലെങ്കിൽ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് മൊഡ്യൂൾ 2ൻ്റെ സിലബസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് റൺ ഓഫ്, കമ്പോണൻസ് ഓഫ് റൺ ഓഫ്, മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് റൺ ഓഫ്, പിന്നെ ഇൻഫിൽട്രേഷൻ ഇൻഡിസസ്. ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് മൊഡ്യൂൾ 1 ലാസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, സെയിം ഇക്വേഷനൊക്കെ. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ പ്രോബ്ലംസും കൂടെ, ഇൻഫിൽട്രേഷൻ ഇൻഡിസസിൻ്റെ പ്രോബ്ലംസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് റൺ ഓഫ് എന്താണെന്ന് അറിയണം. ഓക്കെ, ഇപ്പോൾ റൺ ഓഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? റൺ ഓഫ് എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റെയിൻഫോൾ എർത്തിൻ്റെ സർഫസിൽ വരുന്നു. ഓക്കെ, എർത്തിൻ്റെ സർഫസിൽ വരുന്ന പ്രിസിപ്പിറ്റേഷനിൽ കുറച്ച് പോർഷൻ എന്താവും, ഇവാപ്രേറ്റ് ചെയ്തങ്ങ് പിന്നെ വാട്ടർ വേപ്പറായി അറ്റ്മോസ്ഫിയറിൽ പോകും. ബാക്കിയുള്ള പോർഷൻസ് ഇല്ലേ, ആ പ്രിസിപ്പിറ്റേഷൻ, ആ ഒരു പോർഷനെയാണ് നമ്മൾ റൺ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റൺ ഓഫ് എന്നുള്ള പോർഷൻ അതിങ്ങനെ പിന്നെ ഫ്ലോ ചെയ്ത് ഓഷ്യനിലെത്തും. ഓഷ്യനിലെത്തുന്ന പറയുന്നത് അത് ഒന്നുകിൽ സ്ട്രീംസിൽ കൂടെ, സർഫസിലുള്ള സ്ട്രീംസ്, റിവേഴ്സ്, ലേക്സിൽ കൂടെ ഓഷ്യനിലെത്തും, അല്ലെങ്കിൽ സബ് സർഫസ് തൊട്ട് ഇച്ചിരി കൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് സബ് സർഫസിൽ കൂടെ അത് ഓഷ്യനിലെത്തും. അങ്ങനത്തെ പോർഷനെയാണ് റൺ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് എ പോർഷൻ ഓഫ് precipitation that is not evaporated but ultimately runs to ocean through surface or subsurface streams. ഓക്കെ, അപ്പം ഈ റൺ ഓഫിനെ നമുക്ക് ഒന്നെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വോളിയത്തിൻ്റെ ഒരു കണക്ക് വേണമെങ്കിൽ ടോട്ടൽ വാട്ടറിനെ നമുക്ക് ക്യൂബിക് മീറ്റേഴ്സിൽ പറയാം. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൺ ഓഫ് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് precipitation ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ റെയിൻഫോളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം റൺ ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന റെയിൻഫോളിൻ്റെ അല്ലെങ്കിൽ precipitation ടൈപ്പിനെയും ഡ്യൂറേഷനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ കൂടുതലാണെങ്കിൽ അവിടെ റൺ ഓഫ് എങ്ങനെയായിരിക്കും? കുറേ നേരം കാണും അല്ലെ, പ്രൊലോങ്ഡ് ആയിരിക്കും, കൂടുതലായിരിക്കും. കാരണം കുറേ നേരം മഴ പെയ്യുമ്പം അവിടെ കൂടെ ആ ഒഴുക്ക് എന്ന് പറയുന്നത്, വാട്ടറിൻ്റെ ആ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, കുറേ നേരം കാണും. ഓക്കെ, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ, ആ ഒരു ഹെവി റെയിൻഫോൾ ഒക്കെ ആണെങ്കിൽ, അത് കൂടുതലാണെങ്കിൽ, ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ റൺ ഓഫും കൂടുതലായിരിക്കും അല്ലെ. കുറേ നല്ല ശക്തിക്ക് മഴ പെയ്യുന്നുണ്ട്, ഒത്തിരി മഴ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒഴുകി പോകുന്ന വെള്ളവും കൂടുതലായിരിക്കും. ഒഴുക്കുള്ള വാട്ടർ ഇല്ലേ, ഇങ്ങനെ സർഫസിൽ കൂടെ ഒഴുകുന്നത്, അതിനെയാണ് റൺ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതാണല്ലോ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഹെവി റെയിൻഫോൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ റൺ ഓഫ് കൂടുതലായിരിക്കും. അടുത്തത് സൈസ്, ഷേപ്പ്, ലൊക്കേഷൻ ഓഫ് കാഷ്മെന്റ്. നമ്മൾ പറയാൻ പോകുന്നൊരു ഏരിയ, അതിനാണ് കാഷ്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയുടെ സൈസിനെ ഷേപ്പിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പം സ്മോൾ കാഷ്മെന്റ് ഏരിയ എന്ന് വിചാരിക്കുക. ഓക്കെ, ചെറിയ ഏരിയയിൽ ഗ്രേറ്റർ റെയിൻഫോൾ കിട്ടുക എന്ന് വിചാരിക്കുക. ചെറിയ ഏരിയ ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് മഴ കിട്ടുന്നുണ്ട്. അവിടുന്ന് അപ്പോൾ ഉണ്ടാകുന്ന റൺ ഓഫിന്റെ ഇന്റൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും അല്ലെ. സ്മോൾ ഏരിയ വിത്ത് ഗ്രേറ്റർ റെയിൻഫോൾ, അപ്പോൾ അവിടെ റൺ ഓഫ് ഹൈ ആയിരിക്കും. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴാ കാഷ്മെന്റ് ഏരിയ ബിഗ് ആയിരിക്കുമ്പോൾ റെയിൻഫോൾ എന്നാൽ അത്ര ഹെവി അല്ല, യൂണിഫോം ആയിട്ടുള്ള റെയിൻഫോൾ ആണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റൺ ഓഫിന്റെ ഇന്റൻസിറ്റി പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് കുറവായിരിക്കും, അത്ര കൂടുതലായിരിക്കില്ല. കാരണം ഏരിയ കൂടുതലാണ്, അതുപോലെ തന്നെ മഴ കിട്ടുന്നത് ഹെവിയോ അല്ല, അപ്പം റൺ ഓഫ് കുറവായിരിക്കും. ഇനി ഈ കാഷ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് രണ്ട് ഷേപ്പ് പറയാം. ഫാൻ ഷേപ്ഡും ഉണ്ട്, ഫേൺ ലീഫ് ഷേപ്ഡും ഉണ്ട്. അപ്പം രണ്ടും അതിന്റെ ഫിഗർ എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഫാൻ ഷേപ്ഡ് കാഷ്മെന്റ്, എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഫേൺ ഷേപ്ഡ് കാഷ്മെന്റ്. ഫാൻ ഷേപ്ഡ് കാഷ്മെന്റ് എന്ന് നമ്മുടെ ഫാനില്ലേ, ഫാനിന്റെ ലീവ്സ് ഉണ്ടല്ലോ, 3 ലീവ്സ്, അതിൽ ഒരു ലീഫിന്റെ ഷേപ്പാണല്ലോ ഇരിക്കുന്നത്. അതുപോലെ ഫേൺ ഷേപ്ഡ് എന്ന് വെച്ചാൽ ഈ വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്ത ഇലയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഷേപ്പ്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയാം, ഫാൻ ഷേപ്ഡ് കാഷ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഓൾ ദി ട്രിബ്യൂട്ടറീസ് ആർ ഓഫ് സെയിം സൈസ്. ഓക്കെ, അപ്പം ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് വരുന്ന വെള്ളം ഇല്ലേ, ആ സൈഡിൽ നിന്ന് വരുന്ന ആ സ്ട്രീംസ് എല്ലാം അത് സെയിം തിക്നെസ് ഒക്കെ ഉള്ള സ്ട്രീംസ് ആയിരിക്കും. അതുപോലെ തന്നെ ആ എല്ലാ സ്ട്രീംസിൽ നിന്നും മെയിൻ സ്ട്രീമിലോട്ട് വെള്ളം സെയിം ടൈമിലായിരിക്കും വരുന്നത്. ആ ഒരു ഷേപ്പിന് അത് കാരണം, എഫക്റ്റ് കാരണം എല്ലാം ഒരേ ടൈമിൽ എല്ലാ ട്രിബ്യൂട്ടറീസിൽ നിന്ന് വരുന്നു വാട്ടർ. അങ്ങനെ സെയിം ടൈമിൽ തന്നെ മെയിൻ സ്ട്രീമിൽ വന്ന് അത് മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നെ ഉണ്ടാകുന്ന റൺ ഓഫ് ഗ്രേറ്റർ ആയിരിക്കും. പക്ഷെ ഫേൺ ഷേപ്പിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ പല ലെന്താണ്. ആ ഷേപ്പിന്റെ ഒരു പ്രശ്നം കാരണം പല ലെന്താണ് ട്രിബ്യൂട്ടറീസിന്. അതുകൊണ്ട് തന്നെ
മെയിൻ സ്ട്രീമിലോട്ട് ഈ ട്രിബ്യൂട്ടറീസിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്, സൈഡിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പല ഇൻ്റർവെല്ലായിരിക്കും, പല ടൈമിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫൈനലി നമുക്ക് മെയിൻ സ്ട്രീമിൽ കിട്ടുന്ന റൺ ഓഫ് എന്ന് പറയുന്നത് കുറവായിരിക്കും കമ്പയർ ടു ഫാൻ ഷേപ്ഡ് കാച്ച്മെന്റ് ഏരിയ. അതായിരുന്നു ഷേപ്പ് വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഡിപ്പെൻഡ്. അടുത്തത് ടോപ്പോഗ്രഫി. ടോപ്പോഗ്രഫിയെ പറ്റി പറയുമ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയയുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ഉള്ള സർഫസ് ആണെന്ന് വിചാരിക്കുക. നല്ല കുത്തനെ കയറ്റം പോലെ ഉള്ള ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക. അവിടെ റെയിൻഫോൾ ഉണ്ടായാൽ അതങ്ങ് റൺ ഓഫ് ആയിട്ട് പോകത്തല്ലേ ഉള്ളൂ അല്ലേ? മഴ പെയ്താൽ അതങ്ങ് താഴോട്ട് അങ്ങ് ഒഴുകത്തേ ഉള്ളൂ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം. അവിടെ നമ്മുടെ ഭൂമിയിലോട്ട് വലിയോ ഇൻഫിൽട്രേറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ഉള്ള ഏരിയ ആണെങ്കിൽ അവിടെ റൺ ഓഫ് കൂടുതൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം സർഫസിലൊക്കെ ലോക്കൽ ഡിപ്രഷൻസ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ, ഇപ്പം റെയിൻഫോൾ ആയിട്ട് വരുന്ന വാട്ടർ അല്ലെങ്കിൽ റൺ ഓഫ് ആയിട്ട് വരുന്ന വാട്ടർ അതിലോട്ട് അങ്ങ് ഫില്ലാവും. പിന്നെ അതിന് കൂടുതൽ പിന്നെ റൺ ഓഫ് വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ അങ്ങ് ഫ്ലോ ചെയ്തുള്ളൂ. അപ്പം അവിടെ റൺ ഓഫ് അങ്ങനത്തെ കേസിൽ കുറയും. ഇങ്ങനെ കുറെ കുഴികളുള്ള ഏരിയ ആണെങ്കിൽ റൺ ഓഫ് കുറയും, കാരണം അതിലോട്ടൊക്കെ വെള്ളം വന്ന് കിടക്കുമല്ലോ. പിന്നെ മൗണ്ടേനേഷ്യസ് അല്ലെങ്കിൽ വിൻഡ് വേർഡ് സൈഡിലുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ, കാച്ച്മെന്റ് ആണെങ്കിൽ അവിടെ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ കൂടുതലായിരിക്കും. നമ്മൾ ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷനെ പറ്റി പറഞ്ഞായിരുന്നു. അത് ഈ മൗണ്ടേനേഷ്യസ് ഏരിയ ആണ്, അവിടെ വിൻഡ് വേർഡ് സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നു, അപ്പം റെയിൻഫോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ റെയിൻഫോൾ ഉണ്ടാകുന്നതിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന റൺ ഓഫും കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ടോപ്പോഗ്രഫിയുടെ എഫക്റ്റ്. അടുത്തത് ജിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സോയിലിന്റെ ഉള്ളിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പറയുന്ന ഒരു കാച്ച്മെന്റ് ഏരിയയിൽ സോയിലിൽ കുറെ ഫിഷേഴ്സ്, ക്രാക്സ് അല്ലെങ്കിൽ കുറെ ഓപ്പൺ സ്പേസ്, പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ, റെയിൻ വാട്ടർ വരുന്നതെല്ലാം ഈ ഓപ്പണിങ്സ് കൂടെ അങ്ങ് താഴോട്ട് പോകാൻ ഇൻഫിൽട്രേറ്റ് ആയി പോകും. അതുപോലെ തന്നെ സോയിൽ അല്ലെങ്കിൽ സബ് സോയിലൊക്കെ പെർവിയസ് ആണ്, എന്ന് വെച്ചാൽ വെള്ളം പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോയിൽ ആണെങ്കിലും അവിടെ സീപ്പേജ് ആയിരിക്കും, താഴോട്ട് ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ റൺ ഓഫ് കുറവായിരിക്കും, ഒഴുക്ക് കുറവായിരിക്കും, താഴോട്ട് അങ്ങ് വലിഞ്ഞു പോകും വെള്ളം. അതുപോലെ തന്നെ സർഫസ് റോക്കി സർഫസ് ആണ്, റോക്കാണ് അവിടുത്തെ മെറ്റീരിയലൊക്കെ എങ്കിൽ സർഫസിന്റെ അവിടെ അബ്സോർപ്ഷൻ ഉണ്ടാവുമോ? ഇല്ല അല്ലേ, താഴോട്ട് വലിയത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ റൺ ഓഫ് കൂടുതലായിരിക്കും. അടുത്തത് വെതർ ക്യാരക്ടറിസ്റ്റിക്സ്. വെതർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കുന്ന ഒരു ഡേ ആണെന്ന് വിചാരിക്കാം അല്ലെ, ലോ ടെമ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ അപ്പം ലോ ടെമ്പറേച്ചർ ആകുമ്പം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇച്ചിരി മോയിസ്റ്റ് ആയിട്ടിരിക്കുമായിരിക്കും, ഇച്ചിരി വെള്ളത്തിന്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അബ്സോർപ്ഷൻ, വെള്ളം വന്നാൽ അത് വലിച്ചെടുക്കുന്നത് ലെസ്സർ അബ്സോർപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ റൺ ഓഫ് കൂടുതലായിരിക്കും ലോ ടെമ്പറേച്ചർ, തണുപ്പ് സമയമാണെങ്കിൽ. പക്ഷെ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ, ഭയങ്കര ചൂടാകുമ്പോൾ എന്താ, സോയിലൊക്കെ അങ്ങ് ഡ്രൈ ആണ്. അപ്പം വെള്ളം കിട്ടിയാൽ അതങ്ങ് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും, അവിടെ ഗ്രേറ്റ് അബ്സോർപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ റൺ ഓഫ് കുറവായിരിക്കും. അടുത്തത് വിൻഡ് വെലോസിറ്റി ഉണ്ടല്ലോ, വിൻഡിന്റെ ആ ഒരു സ്പീഡ്. ഹയർ വിൻഡ് വെലോസിറ്റി ആണെങ്കിൽ അവിടെ ഇവാപ്രേഷൻ ലോസ്, വിൻഡ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അവിടെ ഇവാപ്രേറ്റ് ചെയ്തു പോകുന്നതും കൂടുതലായിരിക്കും. അപ്പം ഇവാപ്രേഷൻ ലോസ് കൂടും, അതുകൊണ്ട് തന്നെ റൺ ഓഫ് അങ്ങ് കുറയും. ഒത്തിരി വാട്ടർ അങ്ങ് ഇവാപ്രേറ്റ് ചെയ്തു പോകും, അതുകൊണ്ട് റൺ ഓഫ് അവിടെ കുറയും. അടുത്തത് കാച്ച്മെന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്. കാച്ച്മെന്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ സർഫസിൽ നാച്ചുറൽ ഡ്രെയിനേജ് ഒന്നും ഇല്ലെങ്കിൽ, എന്ന് വെച്ചാൽ മഴ പെയ്താൽ നാച്ചുറലി ഇങ്ങനെ രണ്ട് സൈഡിലോട്ടൊക്കെ ഡ്രെയിനേജ് പോലെ ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ അവിടെ വെള്ളം എന്താവും, ഡ്രെയിനേജ് ഒഴുകാനുള്ള ഒരു പ്രൊവിഷൻ അവിടെ ഇല്ല. അപ്പോൾ അവർ വെള്ളം വരുന്നതൊക്കെ അങ്ങ് അബ്സോർബ് ആവും ഭൂമിയിലോട്ട്, സോയിലോട്ട്. അപ്പോൾ അവിടെ റൺ ഓഫ് കുറയും. അതുപോലെ തന്നെ കൾട്ടിവേറ്റഡ് ലാൻഡ് ആണെങ്കിലും അവിടെ റൺ ഓഫ് കുറവായിരിക്കും. കാരണം കൾട്ടിവേഷൻ ചെയ്ത ലാൻഡ് ആകുമ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ അതിങ്ങനെ നല്ലതായിട്ട് സോയിലൊക്കെ അങ്ങനെ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഇളക്കി വിടുന്നുണ്ടല്ലോ നമ്മൾ സീഡ്സ് ഒക്കെ ഇടാൻ വേണ്ടി. അപ്പോൾ ഒത്തിരി ഇളകിയ സോയിലായിരിക്കും, അപ്പം വെള്ളം അങ്ങ് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകും താഴോട്ട്. അതുപോലെ തന്നെ വെജിറ്റേഷൻസ് ഒത്തിരി ഉള്ള ഏരിയ ആണെങ്കിൽ, ഒത്തിരി പ്ലാന്റ്സ് ഗ്രാസ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിലും അവിടെ ലീവ്സും ഒക്കെ ആ വെള്ളം അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒഴുക്ക് കുറവായിരിക്കും, റൺ ഓഫ് കുറവായിരിക്കും. അടുത്തത് സ്റ്റോറേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാച്ച്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഏരിയയിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോറേജോ എന്ന് വെച്ചാൽ ഡാംസ്, പോണ്ട്, ലേക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും റൺ ഓഫ് കുറവായിരിക്കും, കാരണം വെള്ളം അങ്ങോട്ട് അങ്ങ് പോവുകയാണല്ലോ. അതുപോലെ തന്നെ പെർവിയസ് സോയിൽ, നേരത്തെ പറഞ്ഞാൽ പെർവിയസ് സോയിൽ അല്ലെങ്കിൽ സബ് സോയിലൊക്കെ ആണെങ്കിൽ അവിടെ റൺ ഓഫ് കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും ആയിരുന്നു വേരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റൺ ഓഫ്. ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോത്തിൻ്റെയും ആ ഹെഡിങ് കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് എഴുതാനേ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ. അടുത്തത് വാട്ടർ ലോസസ്. ഓക്കെ, വാട്ടർ ലോസസ് എന്ന് വെച്ചാൽ
നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലോട്ട് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലോട്ട് വരുന്ന റെയിൻഫോൾ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഫുൾ ആ ഒരു റെയിൻ വാട്ടർ നമുക്ക് അങ്ങ് ഓഷ്യനിലോട്ടോ അല്ലെങ്കിൽ റിവറിലോട്ടോ കിട്ടുന്നുണ്ടോ? ഇല്ല. കുറെ അങ്ങ് ഈ വരുന്ന വരിക്ക് തന്നെ കുറെ അങ്ങ് ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇപ്പം വാട്ടർ സർഫസിൽ വത്തിയാൽ തന്നെ ചിലപ്പോൾ അത് ഇവാപ്രേറ്റ് ചെയ്തു പോകും. അങ്ങനെ കുറെ ലോസസ് ഉണ്ട് അല്ലേ? അപ്പൊ പ്രസിപ്പിറ്റേഷനിൽ കുറെ ലോസസ് ആയിട്ട് അങ്ങ് പോകും. എന്നാൽ ബാക്കിയുള്ളതാണ് റൺ ഓഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോസസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്റർസെപ്ഷൻ ലോസ്. ഇന്റർസെപ്ഷൻ ലോസ് എന്താ നോക്കാം. അപ്പം precipitation intercepted by plants leaves, buildings, forests, etc. and return to atmosphere by evaporation without reaching the ground surface. എന്ന് വെച്ചാൽ റെയിൻഫോൾ വരുന്നു. റെയിൻഫോൾ വീണതിനോട്ട് ഈ പ്ലാന്റ്സിന്റെ ലീവ്സിലോട്ടൊക്കെ വരുന്ന ഈ റെയിൻഫോൾ അല്ലെങ്കിൽ ആ ഒരു റെയിൻ ഡ്രോപ്സ് ഒക്കെ പ്ലാന്റ്സിന്റെ ലീവ്സ് പോലെ തന്നെ ബിൽഡിങ്സിലോട്ട് വീഴുന്ന വെള്ളം, ഫോറസ്റ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വലിയ ട്രീസിലോട്ടൊക്കെ ഈ റെയിൻഫോൾ വന്ന് വീഴുമ്പം അത് ആ സർഫസിൽ വെച്ച് തന്നെ അങ്ങ് ഇവാപ്രേറ്റ് ചെയ്ത് അങ്ങ് അറ്റ്മോസ്ഫിയറിൽ പോവുകയാണ്. അത് എർത്തിന്റെ സർഫസിലോട്ട് എത്തുന്നില്ല. ഓക്കെ, അതിനെയാണ് ഇന്റർസെപ്ഷൻ ലോസ്. ഇന്റർഫിയർ ചെയ്യുവാണ്, താഴോട്ട് എത്താതെ അതിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ വെള്ളം ഓരോ സർഫസിൽ വന്ന് കിടക്കുന്നു. അവിടുന്ന് പിന്നെ അങ്ങ് ഇവാപ്രേറ്റ് ചെയ്ത് പോകും, ഭൂമിയിലോട്ട് സർഫസിലോട്ട് എത്താതെ. അതാണ് ഇന്റർസെപ്ഷൻ ലോസ്. അപ്പോൾ എഫക്റ്റീവ് റെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഉണ്ട്. ഈ എഫക്റ്റീവ് റെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള ഒരു റെയിൻഫോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ ഇന്റർസെപ്ഷൻ ലോസ് കുറച്ചാൽ ബാക്കിയുള്ളതാണ് ശരിക്കും നമുക്ക് എഫക്റ്റീവ് ആയിട്ട് റെയിൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? കാരണം റെയിൻഫോൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ ഇങ്ങനത്തെ ലോസസ് കാരണം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം എഫക്റ്റീവ് റെയിൻ എന്ന് പറയുന്നത് ഈ മൊത്തത്തിൽ ഉണ്ടാകുന്ന റെയിൻഫോളിൽ നിന്ന് ഇന്റർസെപ്ഷൻ ലോസ് അങ്ങ് കുറയ്ക്കുന്നതാണ് എഫക്റ്റീവ് റെയിൻ. ഓക്കെ, ഇനി അടുത്തത് ഇവാപ്രേഷൻ ലോസ്. ഇവാപ്രേഷൻ ലോസ് നമുക്കറിയാം, വാട്ടർ ലോസ്റ്റ് ഫ്രം വാട്ടർ സർഫസ് എന്ന് വെച്ചാൽ ലേക്ക്, റിവർ, അവിടെ നിന്നൊക്കെ ലോസ്റ്റ് ആകുന്ന വാട്ടറിന്റെ എമൗണ്ടിനെയാണ് ഇവാപ്രേഷൻ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ട്രാൻസ്പിറേഷൻ, അതും വാട്ടർ ലോസ്റ്റ് ഫ്രം പ്ലാന്റ്സിന്റെ ലീവ്സിൽ നിന്ന് ലോസ്റ്റ് ആകുന്ന വാട്ടറിനെ. അടുത്ത ഇവാപ്പോ ട്രാൻസ്പിറേഷൻ മറ്റു രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതെന്ന് വെച്ചാൽ ഇറിഗേറ്റഡ് അല്ലെങ്കിൽ ക്രോപ്ഡ് ആയിട്ടുള്ള ലാൻഡ്സിൽ നിന്ന് ലോസ്റ്റ് ആകുന്ന വാട്ടറാണ്. അടുത്തത് ഇൻഫിൽട്രേഷൻ, അത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞല്ലേ. ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഗ്രൗണ്ട് സർഫസ് എന്ന് വെച്ചാൽ റെയിൻഫോൾ അങ്ങ് ഗ്രൗണ്ട് സർഫസിൽ എത്തി, പക്ഷെ അത് അങ്ങ് താഴോട്ട് അങ്ങ് വലിഞ്ഞു പോകും കുറച്ച് പോർഷൻ അല്ലേ. അതിനാണ് ഇൻഫിൽട്രേഷൻ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ റൺ ഓഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെയിൻഫോളിൽ നിന്ന് ഈ പറയുന്ന വാട്ടർ ലോസസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് റൺ ഓഫ്. ഈ ലോസസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ളതാണ് റൺ ഓഫ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് സർഫസിൽ കൂടെ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു വാട്ടർ ലോസസ്. അടുത്ത മൂവിങ് ഓൺ ടു കമ്പോണൻസ് ഓഫ് റൺ ഓഫ്. ടോട്ടൽ റൺ ഓഫിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡയറക്റ്റ് റൺ ഓഫും ബേസ് ഫ്ലോയും. ഓക്കെ, ഈ ഡയറക്റ്റ് റൺ ഓഫ് തന്നെ രണ്ടായിട്ട് നമുക്ക് പറയാം. സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ ഓവർലാൻഡ് ഫ്ലോ, മേളിൽ കൂടെ പോകുന്നുണ്ട് ഓവർലാൻഡ് ഫ്ലോ അല്ലെങ്കിൽ സർഫസ് റൺ ഓഫ്. അടുത്തത് പ്രോംപ്റ്റ് സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ ഇന്റർഫ്ലോ. പ്രോംപ്റ്റ് സർഫസ് റൺ ഓഫ് എന്ന് വെച്ചാൽ അത് സർഫസിന് ചെറുതായിട്ടൊന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് താഴോട്ട്. അപ്പം അത് ഒത്തിരി അങ്ങ് സബ് സർഫസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ സർഫസിലും അല്ല, അപ്പം ചെറുതായിട്ടൊരു ഇൻഫിൽട്രേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഫ്ലോനെയാണ് സബ് സർഫസ് ഫ്ലോ, അത് അല്ലെങ്കിൽ ഇന്റർഫ്ലോ അല്ലെങ്കിൽ പ്രോംപ്റ്റ് സബ് സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബേസ് ഫ്ലോനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഡിലേഡ് സബ് സർഫസ് റൺ ഓഫ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ സർഫസിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് താന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നു. അത് വന്നിട്ട് ഇവഞ്ച്വലി അത് റൺ ചെയ്ത് അങ്ങ് ഓഷ്യനിലോ റിവറിലോ ചെല്ലും. പിന്നെ ബേസ് ഫ്ലോയിൽ ഇമ്പോർട്ടൻ്റ് വൺ ആണ് ഗ്രൗണ്ട് വാട്ടർ റൺ ഓഫ്. ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ റൺ ഓഫ് അത് ഇൻഫിൽട്രേറ്റഡ് വാട്ടർ കുറച്ചും കൂടെ ഡൗണിൽ പെർക്കുലേറ്റ് ചെയ്ത് പോയിട്ട് ഗ്രൗണ്ട് വാട്ടർ ടേബിളിലോട്ട് എത്തും. അവിടെ നിന്ന് പിന്നെ അതങ്ങ് റിവറിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻലി ടോട്ടൽ റൺ ഓഫിന്റെ ഡയറക്റ്റ് റൺ ഓഫും ബേസ് ഫ്ലോയും പറയാം. അതിലെ ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒന്ന് സർഫസ് റൺ ഓഫും സബ് സർഫസ് റൺ ഓഫും, പിന്നെ ബേസ് ഫ്ലോയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ രണ്ടെണ്ണത്തിലെയും ഗ്രൗണ്ട് വാട്ടർ റൺ ഓഫ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ഒരു ഫിഗർ കൊടുത്തത് നോക്കിക്കേ, എന്തൊക്കെ കാണാം. പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്, പിന്നെ ഈ കുറേയൊക്കെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, കുറേയൊക്കെ ഡിപ്രഷൻ സ്റ്റോറേജ് എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വന്ന് കിടക്കും. പിന്നെ കുറച്ച് ഇങ്ങനെ ഓവർലാൻഡ് ഫ്ലോ, ആ സർഫസിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് സ്ട്രീമിൽ എത്തുന്നുണ്ട്. കുറേയൊക്കെ പ്ലാന്റ്സിൽ നിന്ന് ട്രാൻസ്പിറേഷൻ ആകുന്നുണ്ട്. പിന്നെ കുറച്ച് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തത് ചിലപ്പോൾ ഇന്റർഫ്ലോ ചെയ്ത് അങ്ങനെ സബ് സർഫസ് റൺ ഓഫ് ആയിട്ട് പോകും, അല്ലെങ്കിൽ കുറച്ചും കൂടെ പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ചെല്ലും. ഗ്രൗണ്ട് വാട്ടർ ചെന്നിട്ട് അത് പിന്നെ ബേസ് ഫ്ലോ ആയിട്ട് പിന്നെ അങ്ങ് റിവറിലോ ഓഷ്യനിലോ ചെന്ന് ചാടും.
ഓക്കെ, ജസ്റ്റ് അത് കാണിക്കുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലുള്ളത് പഠിക്കണം. അപ്പം ഈ കൊടുത്തിരിക്കുന്ന ഒരു ജിഫാണ് കേട്ടോ, ഈ കമ്പോണൻസ് ഓഫ് റൺ ഓഫിനെ പറ്റി പറയുന്നത്. അപ്പം നോക്കിയാൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു അവിടെ. അപ്പം സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് സർഫസ് ഫ്ലോ. പിന്നെ ചെറുതായിട്ടൊന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്തു, അങ്ങനെ ഫ്ലോ ചെയ്യുന്നതാണ് സബ് സർഫസ് ഫ്ലോ. ഒത്തിരി നന്നായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പിന്നെയും പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിളിൽ എത്തുന്നു. അവിടെ നിന്ന് അങ്ങ് പതുക്കെ അങ്ങ് ഓഷനിലോ റിവറിലോ ചെല്ലുന്നു, അതാണ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. ഓക്കെ, കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോന്ന് എന്താണെന്ന് ചെറുതായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സർഫസ് റൺ ഓഫ് അല്ലെങ്കിൽ ഓവർ ലാൻഡ് ഫ്ലോ എന്ന് വെച്ചാൽ വാട്ടർ ഫ്ലോസ് ഓവർ ദി ലാൻഡ് ആൻഡ് ഈസ് ഫസ്റ്റ് ടു റീച്ച് ദി സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. അവിടെ വാട്ടർ ലാൻഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു, ഓവർ ദി ലാൻഡിൽ കൂടെ. പിന്നെ അതായിരിക്കും സ്ട്രീംസിലോട്ടോ റിവേഴ്സിലോട്ടോ ഏറ്റവും ആദ്യം എത്തുന്നത്. അടുത്തത് ഇൻഡർ ഫ്ലോ അല്ലെങ്കിൽ സബ് സർഫസ് ഫ്ലോ എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ്റെ ഒരു പോർഷൻ, റെയിൻഫോളിൻ്റെ ഒരു പോർഷൻ ഇൻഫിൽട്രേറ്റ് ചെയ്യും സർഫസ് സോയിലോട്ട്. എന്നിട്ട് അതിങ്ങനെ സബ് സർഫസ് റൺ ഓഫ് ആയിട്ട് റൺ ചെയ്ത് അത് റിവറിൽ റീച്ച് ചെയ്യും. ഓക്കെ, അതിനാണ് ഇൻഡർ ഫ്ലോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഈ പറഞ്ഞ സർഫസ് ഫ്ലോയുടെയും ഇൻഡർ ഫ്ലോയുടെയും അല്ലെങ്കിൽ സബ് സർഫസ് ഫ്ലോയുടെയും മൊത്തത്തിലെയാണ് നമ്മൾക്ക് ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയാൻ പറ്റുന്നത്. ഈ രണ്ടിൻ്റെ അഡീഷൻ വാല്യൂവിനെയാണ് ഡയറക്റ്റ് റൺ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഏതായിരുന്നു? ബേസ് ഫ്ലോ അല്ലേ. ബേസ് ഫ്ലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഈ പ്രസിപ്പിറ്റേഷന് കുറച്ച് പോർഷൻ ഇൻഫിൽട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, അതിലെയും കുറച്ചുകൂടെ പോർഷൻ കുറച്ചുകൂടെ പെർക്കുലേറ്റ് ചെയ്യും, താഴോട്ട് കുറച്ചും കൂടെ പോയിരുന്നിട്ട് അത് ഗ്രൗണ്ട് വാട്ടർ റിസർവേഴ്സിലോട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ടേബിളിലോട്ടോ എത്തും. എന്നിട്ട് പിന്നെ അതങ്ങ് കണക്ട് ചെയ്ത് ഓഷനിൽ ചെല്ലും. ഓക്കെ, അതാണ് ബേസ് ഫ്ലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ. ഓക്കെ, അപ്പം കമ്പോണൻസ് ഓഫ് റൺ ഓഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോർഷൻ. അപ്പോൾ അതെന്ന് വെച്ചാൽ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് റൺ ഓഫ്. അപ്പം റൺ ഓഫ് എന്ന അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് പല മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഒന്ന് വെച്ചാൽ എംപിരിക്കൽ ഫോർമുലാസ് ഉണ്ട്, കുറേ ഫോർമുലാസ് ഉണ്ട്, അത് വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ റാഷണൽ മെത്തേഡ്സ് ഉണ്ട്, ലീനിയർ റിഗ്രഷൻ മെത്തേഡ് ഉണ്ട്, ഇൻഫിൽട്രേഷൻ മെത്തേഡ് ഉണ്ട്, ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് ഉണ്ട്. അതിൽ ഈ ലാസ്റ്റ് പറഞ്ഞ 2 മെത്തേഡാണ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. ബാക്കിയൊക്കെ നമ്മൾ പറയുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇൻഫിൽട്രേഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്ന റൺ ഓഫും ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും നോക്കാം. അപ്പം എംപിരിക്കൽ ഫോർമുല വെച്ച് ചെയ്യുന്നത് വെച്ചാൽ പല ആൾക്കാർ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ കാണാൻ നോക്കാം. അപ്പം കോസ്ലാസ് ഫോർമുല എന്ന് വെച്ചൊരു ഫോർമുല ഉണ്ട്. അവിടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ RM എന്ന് പറയുന്നത് PM - 0.48 ഇൻറ്റു TM. RM എന്ന് പറഞ്ഞാൽ മന്ത്ലി റൺ ഓഫ് ആണ്, സെൻറ്റിമീറ്ററിലായിരിക്കും. T എന്ന് പറഞ്ഞാൽ മീൻ ടെമ്പറേച്ചർ ആണ്, ഡിഗ്രി സെൽഷ്യസിലായിരിക്കും പറയുന്നത്. PM എന്ന് പറഞ്ഞാൽ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ ആണ്, സെൻറ്റിമീറ്ററിലുള്ളത്. ഓക്കെ, അതൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫോർമുല. അടുത്ത ഇംഗ്ലീഷ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് പറഞ്ഞാൽ ഗാട്ട് ഏരിയാസിൽ, വെസ്റ്റേൺ ഗാട്ട്സ് അങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ റൺ ഓഫ് കാണുന്നെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ R P എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. ഇപ്പം പ്ലെയിൻ റീജിയൻസ് ഒക്കെ ആണെങ്കിൽ റൺ ഓഫ് കാണാൻ വേറെ ഇക്വേഷനാണ്. അവിടെയും സെയിം, ബോത്ത് റൺ ഓഫും പ്രസിപ്പിറ്റേഷൻ നമ്മൾ സെൻറ്റിമീറ്ററിലായിരിക്കും റീഡ് ചെയ്യുന്നത്. ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ലേസീസ് ഫോർമുല. ഇതും ലേസി എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഡിറൈവ് ചെയ്തത് എക്സ്പെരിമെൻറ്റ്സ് ത്രൂ. അപ്പം അവിടെയും R P സെൻറ്റിമീറ്ററിലാണ്. ഇക്വേഷനകത്തൊരു S എന്ന ടേം ഉണ്ട്, അത് കാഷ്മെൻറ്റ് ഫാക്ടറാണ്. അതുപോലെ തന്നെ F എന്നൊരു ടേം ഉണ്ട്, അതൊരു മൺസൂൺ ഡ്യൂറേഷൻ ഫാക്ടറാണ്. അപ്പം ആ 2 ഫാക്ടറും പല അവസ്ഥയിലും പല വാല്യൂസ് ആയിരിക്കും, പല കണ്ടീഷൻസിലും. അപ്പം എഫിൻ്റെ വാല്യൂ ആണെങ്കിലും നമുക്ക് മൺസൂൺ സീസണിൻ്റെ അതനുസരിച്ച്, അപ്പോൾ ഷോർട്ടായിട്ടുള്ള സീസൺ ആണെങ്കിൽ, മൺസൂൺ സീസൺ ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ 0.5, സ്റ്റാൻഡേർഡ് ലെന്ത് ഉള്ളതാണെങ്കിൽ 1, വെരി ലോങ് ആണെങ്കിൽ 1.5, അങ്ങനെ കാഷ്മെൻറ്റിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് കാഷ്മെൻറ്റ് ഫാക്ടേഴ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ കേട്ടോ, വാല്യൂസ് ഉണ്ടല്ലോ. ഇനി അടുത്തത് റൺ ഓഫ് കോഎഫിഷ്യൻറ്റ്. അപ്പം ഈ റൺ ഓഫിനെയും റെയിൻഫോളിനെയും നമുക്ക് ഇൻ്റർറിലേറ്റ് ചെയ്യാൻ പറ്റും റൺ ഓഫ് കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്തിട്ട്. ആ ഇക്വേഷനാണ് R എന്ന് പറയുന്നത് K × P. ഇവിടെ K എന്ന് പറയുന്നതാണ് റൺ ഓഫ് കോഎഫിഷ്യൻറ്റ്. അങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് R കണ്ടുപിടിക്കാം. ഇനി അടുത്ത മെത്തേഡ് യൂസിങ് റാഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നമ്മൾ പീക്ക് റേറ്റ് ഓഫ് റൺ ഓഫ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ പീക്ക് റൺ ഓഫ് എന്ന് പറയുന്നത് അറിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പീക്ക് റൺ ഓഫിനെ Q പീക്ക് എന്ന് പറയാം, ഈക്വൽ ടു CIA / 360
സി എന്ന് പറയുന്നതാണ് ഇവിടെ റൺ ഓഫ് കോഎഫിഷ്യൻറ്റ്, ഐ എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ ഇൻറ്റൻസിറ്റി, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് വാട്ടർഷെഡ്. ഓരോന്നിൻ്റെ യൂണിറ്റ് ഒക്കെ നോക്കുക. ഇനി പറഞ്ഞ സി എന്ന റൺ ഓഫ് കോഎഫിഷ്യൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പീക്ക് റൺ ഓഫ് റേറ്റ് ടു റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് ഒന്നും കാണത്തില്ലായിരിക്കും. 0 തൊട്ട് 1 വരെ ആ വാല്യൂ വരാം. പിന്നെ ലാൻഡ് യൂസിനെയും സോയിൽ ടൈപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റൺ ഓഫ് കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ. പിന്നെ ഇപ്പോൾ ഒരു വാട്ടർഷെഡ് തന്നെ പല ലാൻഡ് യൂസിന് വേണ്ടിയും പല സോയിലൊക്കെ ഉള്ളത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൺ ഓഫ് കോഎഫിഷ്യൻറ്റിൻ്റെ വെയ്റ്റഡ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ സോയിലിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ C1 × A1 ആ അത്ര ഏരിയ പ്ലസ് C2 × A2 അങ്ങനെ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്താൽ നമുക്ക് റൺ ഓഫ് കോഎഫിഷ്യൻ വിത്ത് ഡിഫറെൻറ്റ് സോയിൽ ടൈപ്പ് അല്ലെങ്കിൽ ലാൻഡ് യൂസ് ഉള്ള ഏരിയയുടെ റൺ ഓഫ് കോഎഫിഷ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ ഒരു ലീനിയർ എക്സ്പ്രഷൻ വെച്ചിട്ട്, അല്ലാതെ എക്സ്പോണേഷണൽ ഉണ്ട്, നമുക്കിപ്പോൾ ജസ്റ്റ് ലീനിയർ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇക്വേഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ലൈൻ ബിറ്റ്വീൻ ഒബ്സേർവ്ഡ് വാല്യൂസ് ഓഫ് റൺ ഓഫ് അല്ലെങ്കിൽ ആർ ആൻഡ് പി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ഉണ്ട്. ആർ എന്ന് പറയുന്നത് A × P + B ആണ്. ഇവിടെ എയും ബിയും എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതെന്ന് പറയുന്നത് അബ്രക്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യും. അബ്രക്ഷൻസ് എന്ന് വെച്ചാൽ ലോസസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന രണ്ട് കോൺസ്റ്റന്റ് ആണ് സ്മോൾ എയും ബിയും. ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ ഉള്ള ഫോമുലയാണ് കൊടുത്തിരിക്കുന്നത്. N × സിഗ്മയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിഗ്മ ഓഫ് P × R മൈനസ് സിഗ്മ ഓഫ് P × സിഗ്മ ഓഫ് R. അങ്ങനെ എയും ബിയും കാണാൻ ഇക്വേഷൻ. അതിനകത്ത് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. പിന്നെ കോഎഫിഷ്യൻറ്റിൻ്റെ ആ ഒരു റിലേഷൻ ഉണ്ട്, അതിലാണ് R എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കോഎഫിഷ്യൻ്റ് എന്ന് അല്ലെങ്കിൽ ആ കോറിലേഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനാണ് സ്മോൾ r എന്ന് പറയുന്നത്. വേറൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോമിനേറ്റർ കൊടുത്തിരിക്കുന്നത്. റൂട്ട് ഓഫ് ടോട്ടൽ റൂട്ട് ഓഫ് ആണ് അത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് എയും ബിയും സ്മോൾ ആറും കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്ട്രെയിറ്റ് ലൈൻ റിഗ്രഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ടേബിൾ ബിലോ ഗീവ്സ് ദി ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് ഇയർലി പ്രസിപ്പിറ്റേഷൻ. പിയുടെ വാല്യൂ വന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ഫോർ എ പീരീഡ് ഓഫ് 16 years. ഓക്കെ, 16 വർഷം. അപ്പം എന്നിൻ്റെ വാല്യൂ 16 ആണെന്ന് മനസ്സിലായി. ഡെവലപ്പ് എ ലീനിയർ കോറിലേഷൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ ബിറ്റ്വീൻ പി ആൻഡ് ആർ. പിയും ആറും തമ്മിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്നിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 16. റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാ? R = A × P + B. അപ്പം എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം മറ്റേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ വേണം? എയും ബിക്ക് നമ്മൾ കണ്ടില്ലേ, P² വേണം, P × R വാല്യൂ വേണം, അങ്ങനെ. അപ്പം ടേബിൾ ഒന്നിങ്ങനെ തിരിച്ചെഴുതുക. സീരിയൽ നമ്പർ ഓഫ് ഇയർ എഴുതുക 1 തൊട്ട് 16 വരെ. പിന്നെ പിയുടെ വാല്യൂ എഴുതുക, ആറിൻ്റെ വാല്യൂ എഴുതുക, അതെല്ലാം തന്നിട്ടുണ്ട്. അപ്പം P² വാല്യൂ കണ്ടുപിടിച്ചെഴുതുക, അതിന് സമ്മും പിയുടെ വാല്യൂയുടെ സമ്മും, ആറിൻ്റെ വാല്യൂ എഴുതുക, R² വാല്യൂ എഴുതുക, അതിൻ്റെ എല്ലാത്തിനും സമ്മ് കണ്ടുപിടിക്കാം. P × R എന്ന കോളവും വേണം, അതിൻ്റെ സമ്മും കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും മിക്കവാറും വരത്തില്ലായിരിക്കും, ജസ്റ്റ് ഞാൻ കാണിച്ചതേ ഉള്ളായിരിക്കും. ഇങ്ങനത്തെ ഇത്രയും വലിയ പ്രോബ്ലം ഒന്നും വരത്തില്ല. 16 വർഷമൊന്നും വരത്തില്ല, ചിലപ്പം ഒരു 5-6 വർഷമൊക്കെ തന്നാലും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, K2 ആയതുകൊണ്ട്. അപ്പം എന്തായാലും പ്രോബ്ലം നോക്കുക, സിമ്പിളാണ്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കിയാൽ മതി. പിയും ആറും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ P² വേണം, R² വേണം, P × R എന്ന കോളവും വേണം, എല്ലാത്തിൻ്റെയും സമ്മും കണ്ടുപിടിക്കണം. ഇനി എന്താ, എല്ലാത്തിൻ്റെയും സമ്മ് നമുക്ക് ഇപ്പോൾ കയ്യിലുണ്ട് അല്ലേ. ലാസ്റ്റ് ആ ഒരു റോ കണ്ടില്ലേ, സമ്മാണല്ലോ. ഇനിയും ഫ്രം ദി ടേബിൾ നമുക്ക് സിഗ്മ പി ഉണ്ട്, സിഗ്മ പിയുടെ സ്ക്വയർ നമുക്ക് വേണം ഇക്വേഷനകത്ത്, അതുകൊണ്ട് അത് കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാം നമുക്ക് നമ്മൾ ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച എല്ലാം കൂടെ എടുത്തെഴുതുക. എന്നിട്ട് എയുടെയും ബിയുടെയും ഇക്വേഷനകത്തോട്ട് എന്നിൻ്റെ വാല്യൂ 16 ഇട്ട് ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എയും ബിയും കിട്ടും. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? R = AP + B എന്നല്ലേ. എയുടെ വാല്യൂവിന് പകരം ആ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ × P + 8.826. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളായിരുന്നു. അപ്പം ലീനിയർ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ച്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് റൺ ഓഫ് ബൈ ഇൻഫിൽട്രേഷൻ മെത്തേഡ്. അപ്പോൾ ഇൻഫിൽട്രേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. അപ്പം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റൽ പ്ലോട്ട് വരയ്ക്കും. അവിടെ റെയിൻഫോൾ റേറ്റും
റെയിൻഫോൾ റേറ്റും നമ്മൾ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയും കൂടെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോയിൽ എടുക്കാൻ പറ്റിയ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ. അതിനും ആ ഒരു റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ബാക്കി ഇനിയും എത്ര റെയിൻഫോൾ ഉണ്ടായാലും അത് എന്തായിട്ടാണ് പോകുന്നത്? റൺ ഓഫ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ആ ഒരു റേറ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര മഴ പെയ്താലും താഴോട്ട് പോകത്തില്ല. അത് ഒരു കോൺസ്റ്റന്റ് റേറ്റ് ആയി കഴിഞ്ഞു വാട്ടറിൻ്റെ എമൗണ്ട്. അപ്പം അത് പിന്നെ അങ്ങ് റെയിൻഫോൾ എക്സസ് ആയിട്ട് പോകത്തേ ഉള്ളൂ. അപ്പം ആ ഒരു വാല്യൂ തമ്മിൽ നമുക്ക് മെഷർ ചെയ്താൽ നമുക്ക് സർഫസ് റൺ ഓഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, തമ്മിൽ മൈനസ് ചെയ്താൽ. ഓക്കെ, അപ്പം ഫോർ സ്മോൾ ഏരിയ ഒക്കെ ആണെങ്കിൽ അവിടെ യൂണിഫോം ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദ റൺ ഓഫ് വോളിയം ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ സബ്സ്ട്രാക്ടിങ് ഇൻഫിൽട്രേഷൻ ഫ്രം ദി ഡിസൈൻ റെയിൻഫോൾ. അപ്പോൾ മൊത്തത്തിലുള്ള റെയിൻഫോളിൻ്റെ വാല്യൂ നമ്മുടെ ഉണ്ടായിരിക്കും. നമുക്ക് ഇൻഫിൽട്രേഷനും ഗ്രാഫിൽ കൂടെയൊക്കെ കണ്ടുപിടിക്കാം. താഴോട്ട് പോകുന്ന വാട്ടർ, ലോസ് ആയിട്ടുള്ള പോകുന്ന വാട്ടർ. അപ്പം ആ ടോട്ടൽ റെയിൻഫോളിൽ നിന്ന് ഈ ഇൻഫിൽട്രേഷൻ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് എന്താ കിട്ടാൻ പോകുന്നത്? റൺ ഓഫിൻ്റെ വോളിയം അല്ലേ. സോ അങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയേ, ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കേർവും റൺ ഓഫിൻ്റെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പം ഹൈറ്റോഗ്രാഫ് ഇങ്ങനെ വരച്ചു. റെയിൻഫോൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളും ടൈമും കൂടെ വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ചു. അതിൽ തന്നെ നമ്മളൊരു സൂപ്പർ ഇമ്പോസ് ചെയ്തു. എന്ത്? ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് കപ്പാസിറ്റി കേർവ്, ഇൻഫിൽട്രേഷനും ടൈമും കൂടെ വെച്ചിട്ടുള്ള കേർവ്. അതിൽ ആ ഒരു ആ കേർവ് ആണ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കേർവ്. അതിന് മേലുള്ള പോർഷൻ എല്ലാം റൺ ഓഫും താഴോട്ടുള്ളതെല്ലാം ഇൻഫിൽട്രേഷനാണ്. അപ്പോൾ ടോട്ടൽ റെയിൻഫോളിൽ നിന്ന് ഇൻഫിൽട്രേഷൻ കുറച്ചാൽ നമുക്ക് മേളിലുള്ള റൺ ഓഫിൻ്റെ വാല്യൂ അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ അതാണ് ബൈ ഇൻഫിൽട്രേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് റൺ ഓഫ് കാണുക എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ തന്നെ ഉള്ളൂ. ആവറേജ് റേറ്റ് ഓഫ് ലോസിനെയാണ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് ദാറ്റ് വോളിയം ഓഫ് റെയിൻഫോൾ ഇൻ എക്സസ് ഓഫ് ദാറ്റ് റേറ്റ്. അപ്പോൾ ആ റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന റെയിൻഫോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡയറക്റ്റ് റൺ ഓഫ് ആയിരിക്കും. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്, ഫൈ ഇൻഡെക്സും ഡബ്ല്യു ഇൻഡെക്സും. ഫൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റെയിൻഫോൾ എബോവ് വിച്ച് റെയിൻഫോൾ വോളിയം എന്ന് പറയുന്നത് റൺ ഓഫ് വോളിയത്തിന് ഈക്വൽ ആണ്. അത് ആവറേജ് റേറ്റ് ആണ് ഇൻഫിൽട്രേഷൻ അല്ലെങ്കിൽ റൺ ഓഫിൻ്റെ അല്ലെങ്കിൽ റെയിൻഫോളിൻ്റെ ആവറേജ് റേറ്റ് ആണ്. അതിൽ കൂടുതൽ റെയിൻഫോൾ ഉണ്ടായാൽ റെയിൻഫോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് അവിടുത്തെ റൺ ഓഫ് വോളിയം തന്നെ ആയിരിക്കും. ഓക്കെ, ഇഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ആവറേജ് റേറ്റിനേക്കാളും കുറവാണെങ്കിൽ അവിടെ റൺ ഓഫ് ഉണ്ടാകില്ല. ഓക്കെ, റൺ ഓഫ് ഉണ്ടാകണമെങ്കിൽ ആ ആവറേജ് റേറ്റിനേക്കാളും കൂടുതൽ മഴ പെയ്യുവാണെങ്കിൽ മാത്രമേ അവിടെ വെള്ളം ഒഴുകാനുള്ളൂ. അല്ലെങ്കിൽ പെയ്യുന്ന വാട്ടർ ഫുള്ളും താഴോട്ട് ഇൻഫിൽട്രേറ്റ് ആകത്തേ ഉള്ളൂ. ഓക്കെ, അത് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം റൺ ഓഫ് വോളിയം എബോവ് 5 ഇൻഡെക്സ്, ആ 5 ഇൻഡെക്സിന് മേലുള്ള റൺ ഓഫിൻ്റെ വോളിയത്തിന് നമുക്ക് റെയിൻഫോൾ എക്സസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെയിൻഫോൾ എന്നും പറയാം. പിന്നെ 5 കാണാനുള്ള ഇക്വേഷനാണ് P-R/TE അല്ലെങ്കിൽ TR. പല ബുക്കിലും പലതായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. P എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ, R എന്ന് പറഞ്ഞാലും റൺ ഓഫ്, രണ്ടും സെൻറ്റിമീറ്ററിലായിരിക്കും. TR എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് റെയിൻഫോൾ ഇൻ അവേഴ്സ് ആയിരിക്കും. ഈ 5 ഇൻഡെക്സിൻ്റെ യൂണിറ്റ് ആണ് സെൻറ്റിമീറ്റർ പെർ അവർ. ഈ ഇക്വേഷൻ വാലിഡ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. കിട്ടുന്ന 5 ഇൻഡെക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിലും കൂടുതലായിരിക്കണം ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്നത്. അതാണ് ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ ആണ്. അതും സെൻറ്റിമീറ്റർ പെർ അവറിലായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ആ ഒരു കണ്ടീഷൻ ഐ ഇസ് ഗ്രേറ്റർ ദാൻ 5 എന്നൊരു കണ്ടീഷൻ വന്നാൽ മാത്രമേ ഈ ആ ഒരു ഇക്വേഷൻ വാലിഡ് ആകത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സിൽ സെക്കൻഡ് വൺ ആണ് ഡബ്ല്യു ഇൻഡെക്സ്. അത് കാണാനുള്ള ഇക്വേഷനാണ് P-R-I/TR. ഇവിടെ എക്സ്ട്രാ എന്താ ഉള്ളത്? ഐ അല്ലേ. അതെന്ന് വെച്ചാൽ ഇനീഷ്യൽ ലോസസ്. അപ്പം ഡബ്ല്യു ഇൻഡെക്സും 5 ഇൻഡെക്സും ഈക്വൽ ആകുന്നൊരു ടൈമുണ്ട്. അതെന്ന് പറയുന്നത് റെയിൻഫോൾ യൂണിഫോം ആകുന്നൊരു ടൈമുണ്ടല്ലോ, ആ ടൈമിലാണ് 5 ഇൻഡെക്സും ഡബ്ല്യു ഇൻഡെക്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഡബ്ല്യു ഇൻഡെക്സും നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പെർ അവർ തന്നെയായിരിക്കും. അപ്പം ഈ കൊടുത്തിരിക്കുന്നത് 5 ഇൻഡെക്സ് കാണിക്കുന്ന ഒരു ഫിഗറാണ്, ഗ്രാഫാണ്. റെയിൻഫോളിൻ്റെ ആ ഒരു റേറ്റിനെ, ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളിനെ നമ്മൾ ഹൈറ്റോഗ്രാഫിക്കിനെ ബാർ ചാർട്ട് പോലെ വരച്ചു. അതിൽ നമ്മൾ ആവറേജ് ആയിട്ടുള്ള ഇൻഫിൽട്രേഷൻ്റെ വാല്യൂ ഇങ്ങനെ ഡോട്ടഡ് ലൈനിൽ മാർക്ക് ചെയ്തു. ആ ഡോട്ടഡ് ലൈനെയാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് 5 ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന് മേളിൽ പിന്നെ റെയിൻഫോൾ എല്ലാം റൺ ഓഫ് ആണ് അല്ലെങ്കിൽ എക്സസ് റെയിൻഫോൾ ആണ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെയിൻഫോൾ ആണ്. അതുകൊണ്ടാണ് അത് റൺ ഓഫ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. താഴോട്ടുള്ളതെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോയി. അതിന് താഴെയുള്ള റെയിൻഫോളിൻ്റെ എമൗണ്ട് ഒക്കെ അല്ലേ, ഇപ്പം 1 അവറിൽ കാണിച്ചിരിക്കുന്ന 10 എന്നല്ലേ, ആ 10
mm/h എന്നുള്ള ആ വാല്യൂ ഇല്ലേ, ആ മഴ ഫുള്ളും താഴോട്ട് അങ്ങ് വലിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ 5 ഇൻഡെക്സിന് മേളിലുള്ള വാട്ടറൊക്കെയാണ് ഈ റൺ ഓഫ് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, റൺ ഓഫ് എന്താണെന്ന് നോക്കി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റൺ ഓഫ് നോക്കി, കമ്പോണൻസ് ഓഫ് റൺ ഓഫ് നോക്കി, പിന്നെ എസ്റ്റിമേഷൻ ഓഫ് റൺ ഓഫ് യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് നോക്കി. അതിൽ ഇമ്പോർട്ടൻ്റ് വൺ ആണ് ഇൻഫിൽട്രേഷൻ മെത്തേഡ്, പിന്നെ ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ഒക്കെ. അടുത്തതെന്ന് വെച്ചാൽ ഹൈഡ്രോഗ്രാഫ് അനാലിസിസ് വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം, അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഇനി ഞാൻ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് ഇല്ലേ, ഇപ്പോൾ പറഞ്ഞ 2 ഇക്വേഷൻസ് ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ലാസ്റ്റ് ഞാനൊരു ഹോംവർക്ക് പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഈ ഒരു ലെക്ചർ നോട്ട് അപ്ലോഡ് ചെയ്യണം. ലെക്ചർ നോട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോയിന്റ്സ് ആക്കി അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം പോയിന്റ്സ് ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന പോർഷൻ നമ്മൾ നോക്കി എന്നറിയാൻ വേണ്ടി ലെക്ചർ നോട്ട് എഴുതുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോബ്ലംസ് ഉള്ള വീഡിയോയിൽ കുറേ പ്രോബ്ലംസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റാണ് ഒരു ഹോംവർക്ക് പ്രോബ്ലം ഉള്ളത്. ആ പ്രോബ്ലംസ് ഒക്കെ ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അത് എഴുതണ്ട, പിന്നെ ടൈം കിട്ടുമ്പോഴെങ്കിലും അത് നോക്കി എഴുതുന്നത് നല്ലതാണ്. പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ കയ്യിൽ നോട്ടിലിരിക്കുന്നതല്ലേ നല്ലത്, അല്ലെ വീഡിയോ നോക്കിയൊക്കെ എപ്പോഴും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ലെക്ചർ നോട്ട് എഴുതുമ്പം അത് എഴുതിയില്ലേലും കയ്യിൽ പ്രോബ്ലംസ് എഴുതി വെക്കുന്നത് നോട്ട്ബുക്കിലുള്ളത് നല്ലതാണ്. എളുപ്പത്തിന് നമുക്കതാണല്ലോ എളുപ്പം. അപ്പം അത് നോക്കുക, പ്രോബ്ലംസ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിലോ അല്ലെങ്കിൽ ഇനി പ്രോബ്ലംസ് നോക്കുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി. ഓക്കെ, ശരി.